ഇതാണ് നമ്മൾ നിൽക്കുന്ന ബിൽഡിങ്. ഏകദേശം ടൗണിൻ്റെ അടുത്ത് തന്നെയാണ്. കാരണം നമ്മൾ ഇച്ചിരി പൈസ കൂടുതലായാലും നമ്മൾ ടൗണിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പെട്ടെന്ന് യാത്ര ചെയ്യാം. കാരണം ദൂരം കുറവായിരിക്കും. അപ്പം അങ്ങനെ കുറേ സമയം നമുക്ക് ലാഭിക്കാം. ഇപ്പോൾ ഇവിടെ പണ്ട് ഹിറ്റ്ലറിൻ്റെ സമയത്ത് അവർ പരേഡ് നടത്തിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ആണോ എന്ന് അറിയത്തില്ല. അപ്പോൾ അവിടെ പോയി നോക്കാം. ക്രിസ്മസും കൂടിയാണ്. റെസ്റ്റോറൻറ്റ് തന്നെ വർക്കിംഗ് ആണോ എന്ന് അറിയില്ല. അതാണ് ഇവിടെ എന്ന് വെച്ചാൽ രാവിലെ ഒന്നും തുറക്കുന്ന ഷോപ്പുകളൊന്നുമില്ല. ഒക്കെ പക്ക ടൈമിംഗ് ആണ്. എങ്ങനെ പോയാലും ഒരു 12 മണിയാവും അത്യാവശ്യം കടയൊക്കെ തുറക്കാൻ. അപ്പം വെക്കേഷൻ ഇവിടെ ഒരു കഫേ ഓപ്പൺ ആണെന്ന് കാണിക്കുന്നത്. നമ്മൾ എന്താ പറയുക, ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനൊക്കെ നല്ല സുഖമാണ്. കാരണം എല്ലാ സ്ഥലത്തേക്കും ബസ്സും ട്രെയിനൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പഠിച്ചു വരേണ്ട ഒരു സമയമേ ഉള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമാണ്. കാരണം എല്ലാ സ്ഥലത്തേക്കും അവിടെ അതിൻ്റെ വാതിക്കൽ പോകുന്ന രീതിയിലുള്ള വണ്ടിയുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം എന്താ അവസ്ഥയെന്ന് അറിയാം. ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ട്രീറ്റ്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് സ്ട്രീറ്റ് കാണാൻ. ഇതാണ് നമുക്ക് കയറേണ്ട മെട്രോ സ്റ്റേഷനിലേക്കുള്ള വഴി. അപ്പോൾ നമുക്ക് എന്താ പറയുക, എവിടെയെങ്കിലും പോകാൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് നേരെ ഡയറക്റ്റ് നമ്മുടെ മെയിൻ ന്യൂറംബർഗ് സ്റ്റേഷനുണ്ട്. അല്ലെങ്കിൽ ജർമ്മനിയിൽ ഏത് സ്ഥലത്താണെങ്കിലും മെയിൻ സ്റ്റേഷൻ ഉണ്ടാകും. അപ്പോൾ അവിടെ പോയിട്ട് പോകുന്നതാണ് എളുപ്പം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നാണെങ്കിൽ ഒരു മനുഷ്യനെ പോലെ ഇവിടെ ഒന്നും കാണുന്നില്ല. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ട്രെയിൻ കിട്ടുമെന്ന് നോക്കാം. ഇവിടെ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബിയറിനെക്കാട്ടി വില കൂടുതൽ വെള്ളത്തിനാണ്. ബിയർ ഭയങ്കര ചീപ്പാണ്. വെള്ളം എന്താ പറയുക, ഇതുപോലെ മെട്രോ സ്റ്റേഷനിലൊക്കെ ആണെങ്കിൽ 2.5 യൂറോ ആണ് ചെറിയൊരു കുപ്പി വെള്ളത്തിന്. അപ്പോൾ വെള്ളം മേടിക്കുന്ന ആ സെറ്റപ്പാണ് എല്ലാ സ്റ്റേഷനിലും ഉള്ളത്. കടയായിട്ടൊന്നും ഇല്ല. ഇവിടെ വെള്ളം കിട്ടാൻ ഇച്ചിരി പാടാണ്. ഇവിടെ ഇപ്പോൾ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്. നമുക്ക് ഏത് ട്രെയിനാണ് കയറേണ്ടത് അറിയത്തില്ല. നോക്കാം. ഇവിടെ ഞെക്കിയാൽ മതി, ഓപ്പൺ ആകാൻ. ട്രാമിൽ കയറി. ഇപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ ഇപ്പോൾ മെട്രോയിൽ കയറി. ഇനിയിപ്പോൾ അടുത്തൊരു ട്രാമും കൂടെ കയറിയാൽ നമ്മൾ അവിടെ എത്തും. ആദ്യം കുറച്ച് കൺഫ്യൂസിങ് ആണ്, പക്ഷേ ഇപ്പോൾ അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. കാരണം സ്ഥലത്തിൻ്റെ പേരൊക്കെ കുറച്ച് മനസ്സിലായി വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാവും. അപ്പോൾ എന്തായാലും അടുത്ത ട്രാമിൽ പോയി എഴുതി വെച്ചിട്ടുണ്ട് ലെഫ്റ്റിലേക്ക്. എന്നിട്ട് അവരടുത്തേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ചില സ്ഥലത്ത് ഇങ്ങനെ നടക്കൊന്നും വേണ്ട. കാരണം ട്രാം ഡയറക്റ്റ് ഇതുവഴി ട്രാം ഡയറക്റ്റ് നമ്മുടെ ആ സ്റ്റോപ്പിൽ തന്നെ വരും. എന്തായാലും പോയി നോക്കാം. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് എന്താ പറയുക, ഒട്ടും തിരക്കില്ല എല്ലാ സ്ഥലത്തും. ഹർത്താൽ വന്നതുപോലെ ഉണ്ട്. അതെ, മനുഷ്യന്മാരും ഇല്ല, കടയും ഇല്ല. ഇന്ന് മിക്കവാറും നമ്മുടെ പ്ലാൻ പാളാൻ ചാൻസ്. അവിടെ എന്തോ ഉത്സവത്തിൻ്റെ എന്തോ പണിയുന്നുണ്ടല്ലോ. അത് നമ്മുടെ ഉത്സവത്തിന് ലൈറ്റ് ഇടുന്ന സ്ഥലം. ഇനിയിപ്പോൾ ഇവിടെ നോക്കാം ഏത് ബസ്സിലാണ് പോകുന്നത്. ഡോക്ക് സെൻറ്ററത്തിലേക്കാണ് പോകുന്നത്. ഇത് തന്നെ ഡോക്ക് സെൻറ്റർ. Möglichkeit zur Regional-, Fern-, S- und U-Bahn, zu den Linien 5 und 11 und zu den Buslinien 3. അപ്പോൾ നമ്മൾ ഡോക്ക് സെൻറ്റർ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ആ പരേഡ് നടത്തിക്കൊണ്ടിരുന്ന സ്ഥലം. അപ്പോൾ അങ്ങോട്ടായിരിക്കും എന്ന് വിചാരിക്കാം. തപ്പി പോകണം. ഇന്ന് തുറക്കത്തില്ലെന്നാണ് അതിൽ പറഞ്ഞിരുന്നത്. എന്താ അറിയില്ല.
ഇതെന്തോ പാർലമെൻറ്റാന്ന് തോന്നുന്നു ഇവരുടെ. വലിയ പാർലമെൻറ്റാണ്. ഇതിൻ്റെ ഗ്രൗണ്ട് എവിടെയെന്ന് കണ്ടില്ല. ഇവിടെ ആയിരിക്കും ഇവർ 2 വേൾഡ് വാറൊക്കെ തുടങ്ങാനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തത്. ഭയങ്കര വലിയ സ്പേസാണ്, പക്ഷേ ഇന്ന് അകത്ത് കയറാൻ പറ്റത്തില്ല. ഇന്ന് ക്ലോസ്ഡ് ആണ്, പക്ഷെ ഇത് ഒരുപാട് നടന്ന് തന്നെ കാണാനുണ്ട്. ഇതിൻ്റെ അകത്തൂടെ ലോറിയൊക്കെ പോയ മാർക്കൊക്കെ ഉണ്ട്. ഇതാണെന്ന് തോന്നുന്നു ആ പരേഡ് നടത്തുന്ന ഗ്രൗണ്ട്. പക്ഷെ ഇതിനത്ര വലിപ്പം പോരാ, ചിലപ്പോൾ ഇതല്ലായിരിക്കും. ഇവിടെ ഇനി ഏതായാലും അകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിനിയിപ്പോൾ ഇതുവരെ ഇവിടെ ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ തൊട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഇവിടുത്തെ മെയിൻ സ്പോട്ടിൽ പോയിട്ട് എന്തെങ്കിലും കടയുണ്ടോ എന്ന് നോക്കണം. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് മിക്കവാറും എല്ലാ കട അവധിയാവാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം, പക്ഷേ തുറന്നിട്ടില്ല. ഇതിൻ്റെ എൻട്രി വരുന്ന പാർലമെൻറ്റിലേക്കുള്ള. പാർലമെൻറ്റിൻ്റെ സൈഡിൽ തന്നെ ഒരു വലിയ ലേക്കൊക്കെ ഉണ്ട്. ഈ പാർലമെൻറ്റിന് ചുറ്റി കിടക്കുകയാണ് ഈ ലേക്ക്.